بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, രഹസ്യ പരസ്യ ജീവിതം വിശുദ്ധമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ, ഒരു സുപ്രധാനമായ അനുഗ്രഹമാണ് നമ്മളുടെ മക്കൾ. മക്കൾ രണ്ട് നിലക്ക് അനുഗ്രഹവുമാണ് നിഗ്രഹവുമാണ്. നമ്മൾ വളർത്തുമ്പോൾ ഇരിക്കും അനുഗ്രഹങ്ങളും നിഗ്രഹങ്ങളും കേട്ടോ. അള്ളാഹു ചിലർക്ക് പെൺമക്കളെ കൊടുക്കും, ചിലർക്ക് ആൺമക്കളെ കൊടുക്കും. അത് അള്ളാഹിൻ്റെ താല്പര്യമാണ്. നിങ്ങൾ ശാസ്ത്രീയമായി എക്സ് ക്രോമസോൺ എന്നോ വൈ ക്രോമസോൺ എന്നോ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതാക്കിയതാരാന്നുള്ളത് നിങ്ങൾ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്ത് ഷൂറ അല്ല സൂറ എന്നൊരു സൂറുണ്ട്. അതല്ല പറയാം അവിടെ. ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ രാജാധിപത്യം അല്ലാഹുക്കുള്ളതാണ്. ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ട തീരുമാനിക്കുന്ന അള്ളാഹ്. എന്നിട്ട് പറയാണ് യഖ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാറ്റിനെയും അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്ന ചില ദമ്പതികൾക്ക് പെൺമക്കളെ നൽകുന്നു. ഓ യഹബു ലിമൻ യശാഉ അസ്സുക്കൂർ, അവൻ ഉദ്ദേശിക്കുന്ന ചില ദമ്പതികൾക്ക് ആൺമക്കളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാൻ ഒ ഇനാസൻ, ചില ദമ്പതികൾക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മിക്സ് ചെയ്ത് നൽകുന്നു. ഓ യജഅലു മൻ യശാഉ അഖീമ, വേറെ ചില ദമ്പതികൾക്ക് അള്ളാഹു മക്കളെ കൊടുക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് ഇന്നഹു അലീമുൻ ഖദീർ, അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ ആയത്തൊന്നും നിങ്ങൾ വെറുതെ ഒന്ന് നിങ്ങളുടെ ഭാവനയിൽ ലോകത്ത് വെച്ച് കണ്ടു നോക്കൂ. ചില ആളുകൾക്ക് ആൺമക്കളാണ് എല്ലാം, ചില ആളുകൾക്ക് പെൺമക്കളാണെല്ലാം, അല്ലേ? വേറെ ചില ആളുകൾക്ക് ആണും പെണ്ണും മിക്സാണ്. വേറെ ചില ആളുകൾക്ക് മുഴുവൻ പെണ്ണുങ്ങൾ, അവസാനം ഒരു ആൺകുട്ടി. അങ്ങനെ വ്യത്യാസപ്പെട്ട് ഇതൊക്കെ കൊടുക്കുന്നതല്ലാണ്. നമ്മൾ വിചാരിച്ചാൽ കിട്ടൂല കേട്ടോ. ഇതൊക്കെ തന്നതിന് ശേഷം പറഞ്ഞുള്ള എന്തറിയോ, ഇതൊക്കെ നിങ്ങൾക്കൊരു കുടുംബമായി ഭൂമിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹ് ഉപയോഗിച്ച വാക്ക് യഹബൂന. യഹബു പറഞ്ഞാൽ ദാനമായി നൽകുകയാണ്. ആൺമക്കളെയും പെൺമക്കളെയും അള്ളാഹു ദാനമായി നൽകുകയാണ്. അള്ളാഹുവിൻ്റെ വഹാബാണത്. അതുകൊണ്ട് എന്ത് വേണം അള്ളാഹ് വിളിച്ച് പറയാം സൂറത്ത് തഹരീമിൽ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ രക്ഷിക്കണം. നിങ്ങൾക്ക് ഭാര്യയുണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളും ആദ്യം നിങ്ങളെ രക്ഷിക്കണം നരകത്തിൽ നിന്ന്. അതെങ്ങനെ? അതിൻ്റെ അർത്ഥം മനസ്സിലായോ? കുടുംബം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, മക്കൾ രക്ഷപ്പെടണമെങ്കിൽ, ഭാര്യ രക്ഷപ്പെടണമെങ്കിൽ ഭർത്താവ് ആരാവണം? മാതൃകായോഗ്യനായിരിക്കണം, അല്ലേ? ഭർത്താവ് കളവ് പറയാത്തവനായിരിക്കണം, ഭർത്താവ് വഞ്ചിക്കാത്തവനായിരിക്കണം, ഭർത്താവ് പതിവ്രതനായിരിക്കണം, ഭർത്താവ് തീവ്രവാദിയാവരുത്, ഭർത്താവ് ലഹരിക്കടിമപ്പെട്ടവനാവരുത്. ഇതൊക്കെ മോശമായ രൂപത്തിൽ ജീവിക്കുന്ന ഭർത്താക്കന്മാർ അവർക്ക് മക്കൾ നല്ലതാവണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് എന്ത് പറഞ്ഞത്, കൂ അംഫുസക്കും, ആദ്യം നിങ്ങളെ രക്ഷിക്കണം.
എന്നിട്ട് വേണം എന്ത് വാഹലിക്കും നിങ്ങളുടെ കുടുംബത്തെ. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാര്യയും നമ്മുടെ മക്കളാണ്. അവരും രക്ഷിക്കണം. സ്വന്തം തന്നെ രക്ഷിക്കാൻ കഴിയാണ്ട് കിടന്നു ഏലുകയാണ് നമ്മൾ. അതിൻ്റെ ഇടയിലാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത്, വിശ്വസിച്ചവരെ, ഈമാനുള്ളവരെ, തൗഹീദ് ഉൾക്കൊണ്ടവരെ, യാ അയ്യുഹൽ നാമനു കൂ അംഫുസക്കും വാഹലീക്കും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ രക്ഷിക്കണം. എന്താ കാരണം? വക്കൂദുഹ അന്നാസു വൽ ഹിജാറ, നരകത്തിൽ അള്ളാഹു കത്തിക്കപ്പെടുന്ന ഇന്ധനം മനുഷ്യരാണ്. നരകത്തിൽ എത്തപ്പെടുന്ന മനുഷ്യന്മാരാണ് നരകത്തിലെ ഇന്ധനം. വൽ ഹിജാറ, കല്ലുകളുമാണ്. അള്ളാഹു നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന മനുഷ്യരെയും കല്ലുകളെയുമാണ്. ആ നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ഭാര്യ മക്കളെ നിങ്ങൾ രക്ഷപ്പെടുത്തണം. നിങ്ങൾക്ക് ആൺമക്കളെയും പെൺമക്കളെയും നൽകിയത് അള്ളാഹുവാണ്. ഈ രണ്ടു കൂട്ടരെയും നന്നാക്കേണ്ട ബാധ്യത അള്ളാഹു വിശ്വാസികളായ ഭാര്യ ഭർത്താക്കന്മാരിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാ തീവ്രവാദങ്ങളും, ഇപ്പം ലോകത്ത് നടക്കുന്ന എല്ലാ ലഹരി ഒരുപാട് പിടിക്കപ്പെടുന്ന, നിങ്ങൾക്കറിയാം, പിടിക്കപ്പെടുന്ന ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ലേ? പിടിക്കപ്പെടുന്ന ആ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളുടെയും കോലം കണ്ടാൽ തന്നെ അള്ളി റസൂലും എന്ന് മാത്രമല്ല ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മുഴുവൻ വെറുപ്പ് തോന്നുന്ന കോലാണ് അല്ലേ? ഓലെ കോലം തന്നെ അങ്ങനെ. അതൊക്കെ ഏതോ രക്ഷിതാക്കൾക്കുള്ളതല്ലേ? അതുകൊണ്ടാണ് ഇസ്ലാമിൽ എന്ത് പറയാ, കാരണം കോലം ആദ്യം നന്നാക്കണം. അതുകൊണ്ടാണ് ഇസ്ലാം മുടി വെട്ടുന്നിടത്തും ഇസ്ലാം ഡ്രസ്സ് ധരിക്കുന്നിടത്തൊക്കെ ഇടപെടുന്നതിന് കാരണം. ഇവിടുന്നൊക്കെ വിട്ടാൽ പലയിടത്തും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഖുർആൻ എന്ത് പറഞ്ഞറിയോ, യാ അയ്യുഹൽ നാമനു വിശ്വസിച്ചവരെ ദുഖുലു ഫിസിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ സമ്പൂർണ്ണമായി പ്രവേശിക്കണം. അങ്ങനെ വലാ തത്തബിയോ ഖുത്വാത്തി ശൈത്താൻ, പിശാചിന്റെ കാലടികൾ നിങ്ങൾ പിൻപറ്റരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗം ഇസ്ലാമിന്റെ സ്വീകരിക്കുകയും നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തോന്നുന്ന ഭാഗം ഒഴിവാക്കുകയും ചെയ്യുന്ന രീതി സ്വീകരിക്കരുത്. അത് പിശാചിൻ്റെതാണ്. അപ്പം അതുകൊണ്ട് മക്കളെ നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് രക്ഷിതാവും മാതാപിതാക്കളും മക്കൾ നന്നാവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. തൻ്റെ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവും ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷേ തീവ്രവാദിയാവണമെന്നും ആഗ്രഹിക്കുന്നില്ല. നോക്കി നിങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരിലൊക്കെ നടന്ന ദുരന്ത വാർത്ത നമ്മൾ കേട്ടതാണ് അല്ലേ? അവർ വിചാരിക്കുന്നത്, ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നതൊക്കെ ഇസ്ലാമിൻ്റെ പേരിലാണ്. നേരെ മറിച്ച് കുറേ മുസ്ലിങ്ങൾ, പേരിട്ട മുസ്ലിങ്ങൾ ലഹരി ഉപയോഗിച്ചാൽ ആരും പറയില്ല എന്ത് ലഹരി ഉപയോഗിക്കുന്നവർക്ക് മുസ്ലിങ്ങളാണ്, അങ്ങനെ പറയില്ല. നേരെ മറിച്ച് തീവ്രവാദം ഉണ്ടായാൽ ഉടനെ എല്ലാവരും കൂടി കടന്നാക്രമിക്കും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും. എന്താ കാരണം? നേരെ മറിച്ച് ഇവിടെ വ്യഭിചരിക്കുന്നുണ്ട്, ഇവിടെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ട്, എല്ലാ തിന്മകളും എല്ലാ മതവിഭാഗത്തിലെ ആളുകളും ചെയ്യുന്നുണ്ട്. പക്ഷേ തീവ്രവാദം ചെയ്താൽ അപ്പം ഇസ്ലാമിൻ്റെ നേരെ എല്ലാവരും ഒരേ സ്വരത്തിൽ. ഇസ്ലാം അങ്ങനെ തീവ്രവാദം പഠിപ്പിച്ചണോ? ഇല്ല. ഇസ്ലാമിൽ എന്താ പഠിപ്പിച്ചത്? മക്കളെ പഠിപ്പിക്കണം എന്നാണ്. എന്ത് തീവ്രവാദം എന്താണ്? ശാപമാണ്. റസൂലുള്ള പറഞ്ഞെന്താ? ഹലക്കൽ മുത്തനിത്തഊൻ, തീവ്രവാദികൾ ശപിക്കട്ടെ, നശിച്ചു പോകട്ടെ, നശിക്കട്ടെ, ഭൂമിയിൽ ഉണ്ടാവരുന്നതാണ്. അവർ ഭൂമിയിൽ ഉണ്ടാവുന്ന റസൂലുള്ള ആഗ്രഹിക്കുന്നത്. ഹലക്കൽ മുത്തനത്യൂൻ എന്ന് പറഞ്ഞത് കാലഹ സലാസൻ 3 പ്രാവശ്യം റസൂൽ ആവർത്തിച്ചു. ഹലക്കൽ മുത്തനത്യൂൻ, ഹലക്കൽ മുത്തനത്യൂൻ, ഹലക്കൽ മുത്തനത്യൂൻ, തീവ്രവാദികൾ ശപിച്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ 3 പ്രാവശ്യം പറഞ്ഞു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ 2 കാര്യമാണ്. ഒന്ന്, മുസ്ലിം നാമധാരികളായ ആളുകളുടെ പേര് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്. സത്യത്തിൽ വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം എന്താ? ഒരു മനുഷ്യനെ ഒരാൾ അനാവശ്യമായി അന്യായമായി കൊന്നുകളഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും കൊന്ന ശിക്ഷ അയാൾ നാളെ പരലോകത്തിന് അനുഭവിക്കും എന്ന് പഠിപ്പിച്ച മത ഇസ്ലാം. ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നു. നേരെ മറിച്ച് ഒരാളെ മരണത്തിന് രക്ഷപ്പെടുത്തിയാലോ അവൻ കയന്നമ അഹിയന്നാസ ജമിയൻ, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരെയും ജീവിപ്പിച്ചതിനുള്ള പ്രതിഫലം അവിടുന്ന് കിട്ടും. അങ്ങനെ പഠിപ്പിച്ച മത. എന്നിട്ടാണ് നിരപരാധികളായ ആളുകളുടെ നേരെ മുൾമുനയിൽ നിർത്തി കൊല്ലുന്നത്. അതും മക്കളുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ വെച്ചുകൊണ്ട്. എന്നിട്ടത് ആഘോഷിക്കുകയാണ്. അപ്പം എന്താ ആഘോഷിക്കുന്ന കാരണത്തിലൊക്കെ പെട്ട ആളുകൾ മുസ്ലിങ്ങളാണ്. കൊന്നതിലും മുസ്ലിങ്ങളുണ്ട്. അവിടെ ഗൈഡായി പോയ ആളുകൾ അവർ ഒഴിവാക്കിയപ്പോൾ ഇവരെ ഒഴിവാക്കാതെ ഞാനൊരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞ് മരണം നേടിയെടുത്ത മുസ്ലിങ്ങളും കൂടുതലുണ്ട്. അതിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് ആരാണോ മുസ്ലിം നാമധാരികളായ ആളുകൾ
അവരെ ചാനലുകളും മനുഷ്യന്മാരും എല്ലാവരും ആഘോഷിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറ്റത്തിൽ നിന്നും മുസ്ലിങ്ങളെ ഒഴിവാക്കുകയല്ല, കുറ്റത്തിൽ ഉണ്ടാകുന്നതിന് കാരണം ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചില്ല മക്കളെ. അവർ അള്ളാരാന്ന് പഠിപ്പിച്ചില്ല, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് പഠിപ്പിച്ചില്ല. നേരെ മറിച്ച് അവർ മുഴുവൻ പഠിച്ചത് തീവ്രവാദങ്ങളാണ്. ഇസ്ലാമിൽ ഒരു കാരണവശാലും തീവ്രവാദത്തിന് ഒരവസരവുമില്ല. തീവ്രവാദികളെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെയും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് അള്ളാഹ് തീർത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരഷ്ടപ്പെടുത്താൻ അവരിതൊക്കെ ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ വളർത്താൻ പറഞ്ഞപ്പോൾ നമ്മളോട് എങ്ങനെ വളർത്താന്ന് പറഞ്ഞത്? നിങ്ങൾ നരകത്തിന് രക്ഷപ്പെടുത്തും വിധം എല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കളെ ഞാൻ നടത്തിയത് ശരിയായില്ല. അപ്പം നിങ്ങൾ നോക്കി, നിങ്ങളൊരു മക്കളെയും കൊണ്ട് നിങ്ങൾ പള്ളിയിൽ വന്നു. നിങ്ങളെ മക്കളെ പള്ളിയിൽ വന്നപ്പോൾ നിങ്ങളൊരു സുഹൃത്തുണ്ട്. അപ്പോൾ ഇതാരാന്ന് വെച്ചാൽ ഓൻ്റെ കോലം കണ്ട നിങ്ങൾ നേരക്കല്ലാണ്ട് എൻ്റെ മോനാന്ന് പറയാൻ നാണിക്കും അല്ലേ? നേരെ മറിച്ച് അവൻ്റെ കോലവും അവൻ്റെ രൂപവും അവൻ്റെ സ്വഭാവവും ഒക്കെ അള്ളാഹ്ക്കല്ലാണ്ട് ഇസ്സത്തോടു കൂടി പറയുന്നത് എൻ്റെ മോനാണ് അല്ലേ, അല്ലെ എൻ്റെ മോളെ കുട്ടിയാണ്. നേരെ മറിച്ച് ഓൻ്റെ കോലം തന്നെ കണ്ടാലോ ഇതാരാന്ന് വെച്ചാൽ നമ്മളെന്ത് പറയും? എൻ്റെ ഒരു ബന്ധുവാണ്. കാരണം ഇസ്സത്തില്ല ഈ സാധനത്തിനെ കാണുമ്പോൾ തന്നെ. ഓൻ എവിടെ എത്തിപ്പെടുന്നുള്ള യാതൊരു പിടുത്തുമില്ല കേട്ടോ. നോക്കാം. അപ്പം ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ ഒരു ഭാഗമാണ്. അവിടെ അള്ളാഹു പറയുന്നതാണ്, രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചോളം രക്ഷിതാവ് മാതൃകായോഗ്യനാവണം. അയാൾ കള്ളുടിക്കരുത്, അയാൾ വ്യഭിചരിക്കരുത്, അയാൾ മദ്യപാനിയാവരുത്, അയാൾ തീവ്രവാദിയാവരുത്, അദ്ദേഹം അള്ളാഹുവിൻ്റെ വിനയാന്യതന ദാസനാവണം അല്ലേ, ഇസ്ലാമിനോട് പ്രതിബദ്ധത ഉണ്ടാവണം, കാപ്പറ്റ്യമുള്ള മനസാക്ഷിയാവരുത്, വീട്ടിലൊരു സ്വഭാവവും പുറത്ത് വേറൊരു സ്വഭാവമുള്ളവനാവരുത് അല്ലേ. അങ്ങനെയുള്ളപ്പം ഒരുവിധ അതൊക്കെയുള്ള മക്കൾ കണ്ടു പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാതൃകായോഗ്യരായ മാതാപിതാക്കളാകാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അള്ളാഹു പറയാണ്, ഓരോ മുസ്ലിമിൻ്റെയും ജീവിതത്തിൽ സുപ്രധാനമായ രണ്ട് കാര്യമാണ് അള്ളാഹു ഉണർത്തുന്നത്. ഒന്ന്, വഖലാ റബ്ബുക്കല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, മക്കളെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. എന്ത്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ മോനെ, അള്ളാഹിനെ മാത്രമേ നീ ഭയപ്പെടാവൂ, നീ അള്ളാഹിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടാവൂ എന്ന് ആദ്യം പഠിപ്പിക്കുക മക്കളെ. വഖലാ റബ്ബുക്കല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു. രണ്ടാമത്തെ പഠനം സംസ്കാര. വബിൽ വാലിദൈനി ഇഹ്സാന, എൻ്റെ മാതാപിതാക്കൾക്ക് നീ ഇഹ്സാൻ ചെയ്യണം, നന്മ. എന്താ ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഇഹ്സാൻ എന്നുള്ളതിന് ഒരുപാട് അർത്ഥമുണ്ട്. മാതാപിതാക്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇഹ്സാൻ സാധാരണഗതിയിൽ ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരനാവട്ടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയാവട്ടെ, അവരുടെ ഏറ്റവും വലിയ ഇഹ്സാൻ എന്താ? 25 വയസ്സ് വരെ നമ്മളെ മക്കളാവുമ്പോഴേക്കും നമുക്ക് കയറി വന്നാൽ ഒരു 50 52 വയസ്സാവും അല്ലേ, അപ്പോഴൊക്കെ നമുക്ക് ആരോഗ്യം ഉണ്ടാവും. 25 വയസ്സ് വരെയുള്ള നമ്മളുടെ മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്ന ഇഹ്സാൻ എന്താ അറിയുന്നത്? അനുസരണം. എൻ്റെ മോന് അല്ലെ എൻ്റെ മോള് ഞാൻ പറഞ്ഞതിൻ്റെ അങ്ങേപ്പറില്ല, അതിലും വലിയൊരു ഇസ്സത്ത് വേറുണ്ടോ? എന്നാൽ അങ്ങനത്തെ മക്കളെ കിട്ടുമോ? അപ്പം അത് പഠിപ്പിക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, മോനെ ഇത് അള്ളാഹിൻ്റെ കലാമാണ്, ആ കലാമിന് എനിക്കൊരു ബഹുമാനം വേണം. നമ്മളൊക്കെ അത് വലുതായതിൻ്റെ ശേഷം വെള്ളിയാഴ്ച ജുമാക്ക് വന്നപ്പോൾ അത് കേട്ട് തന്നെ, അല്ലാതെ നമ്മളെ വാപ്പയൊന്നും നമ്മോട് പഠിപ്പിച്ചില്ല ഉണ്ടോ? വാപ്പ പഠിപ്പിക്കണ്ടേ? ഒബിൽ വാലിദൈനി ഇഹ്സാന, ഇങ്ങനെ പഠിപ്പിച്ച വാപ്പല്ലേ? ഖുർആനിൽ അള്ളാഹ് സൂറത്തുൽ ലുഖ്മാൻ എന്നൊരു അധ്യായം ഉണ്ട്, ഒരു വാപ്പൻ്റെ പേരിലല്ലേ. വഇദ് ഖാല ലുഖ്മാൻ ലിബ്നിഹി വഹുവ യഇലുഹു, ഉപദേശിക്കുന്ന പറഞ്ഞാൽ നമ്മളെ മക്കളെ ഉപദേശിക്കാറില്ല. നമ്മളെ മക്കൾ നമ്മൾ പറയുന്നത് പോലെ നടക്കുക അനുസരണത്തോടുണ്ടെങ്കിൽ നമ്മൾ ഉപദേശിക്കുകയും കൂടെ കൂട്ടുകയൊക്കെ ചെയ്യും. ഓലെ എന്ന് നമ്മളുടെ താല്പര്യങ്ങളെ അവഗണിക്കുന്നു പിന്നെ ഓലോട് മിണ്ടാണ്ടാകുന്നത് അല്ലേ, നമുക്ക് മിണ്ടാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ടാണ് ലുഖ്മാൻ ഹക്കീം വഹുവ യഇലുഹു, യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ തുശ്രിക് ബില്ലാ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. കണ്ടോ, ഇന്ന ഷിർക്ക് ലദുൽമുൻ അലീം, ഭയങ്കര പാപമാണ് മോനെ ഷിർക്ക്. കണ്ടോ, ഏതെങ്കിലും വാപ്പാർ ഇപ്പം ഇതിലൊക്കെ ഒരുപാട് വാപ്പാരുണ്ടല്ലോ, നിങ്ങളാരുടെ നിങ്ങളെ മക്കളോട് പറയണോ? ഏറ്റവും വലിയ പാപം, അള്ളാഹ് പൊറുക്കപ്പെടാത്ത പാപം അള്ളാഹുവിൽ പങ്കുചേർക്കാന്ന് കുട്ടിക്കത് അറിയില്ല. അള്ളാരാന്ന് തന്നെ അറിയില്ല. നിങ്ങളിങ്ങനെ അള്ളാഹു അക്ബറിന് കഴിഞ്ഞ് നിസ്കരിക്കുന്നുണ്ട്, അല്ലാണ്ട് ഓനക്ക് അള്ളാരാന്നൊന്നും അറിയില്ല. എന്നിട്ട് ഓൻ ചെയ്യുന്ന എല്ലാ പാപങ്ങളും കുറ്റകൃത്യങ്ങളും ഓൻ്റെ പേരിൽ ചാർത്തിയിട്ട് കാര്യമില്ല. അപ്പം അള്ളാൻ്റെ ഒരു കൽപ്പനയില്ലേ, വിശ്വസിച്ചവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന് രക്ഷിക്കണം. നരകത്തിന് രക്ഷപ്പെടുത്താനുള്ള ആദ്യത്തെ ഉപദേശം എന്ത്? ഇന്ന ഷിർക്കൽ ലുൽമുൻ അലീം. തുടർന്ന് പറഞ്ഞാൽ എന്താ? വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം മോനെ. ഉണ്ടോ,
പാപ്പ പറയാ മോനോട്, ഏതാ നന്മ? 25 വയസ്സ് വരെയുള്ള മക്കൾ ചെയ്യുന്ന നന്മ. നിങ്ങൾ വിചാരിക്കേണ്ടത് 25 വയസ്സ് വരെയുള്ള മക്കൾ കുറേ ശമ്പളം വാങ്ങി അതിൻ്റെ കുറേ പൈസ അമ്മക്കും പാപ്പക്കും കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അമ്മക്കും പാപ്പക്കും ആരോഗ്യമുണ്ട്, അവർ നയിച്ചുണ്ടാക്കുന്നുണ്ട്, അവർക്ക് പൈസൻ്റെ ആവശ്യമില്ല. മനസ്സിലായി? അപ്പോൾ എന്താ വേണ്ടി? അനുസരണ. ഉമ്മ പറയണം അത് വേണ്ട മോളെ, നമുക്ക് അങ്ങനെ ചെയ്യണ്ട. ഇല്ലമ്മ, അത് ചെയ്യണ്ട, അങ്ങനെ പ്രവർത്തിക്കല്ല മോനെ, വേണ്ട. കണ്ടോ എന്തൊരു ഇജ്ജത്തുണ്ടാവും അമ്മക്കും പാപ്പക്കും. പ്രഷർ ഉണ്ടാവില്ല ആ അമ്മക്കും പാപ്പക്കും. ആ അമ്മക്കും പാപ്പക്കും കൊളസ്ട്രോൾ ഉണ്ടാവില്ല, പ്രഷർ ഉണ്ടാവില്ല, സ്ട്രോക്ക് വരൂല, അറ്റാക്ക് വരൂല. ഇത് 25 വയസ്സുള്ള ചെക്കൻ ഇങ്ങോട്ട് വലുതായി വരുമ്പോഴേക്കും ബാപ്പക്കില്ലാത്ത രോഗമില്ല. എന്താ കാരണം? ഈ ജാതി ജന്തുവാ പോലെയുള്ളത്. ഈ പള്ളിയിലിരിക്കുന്ന കുട്ടികളില്ലേ, ഓല ആലോചിക്കണം. ഈസാൻ മാതാപിതാക്കൾക്ക് പിന്നെ കുറേ കഴിഞ്ഞോല് വലിയ ശമ്പളവും ഒക്കെ കിട്ടിയോണ്ടൊന്നും കാര്യമില്ല. ഓല് വലിയ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ പരിചയപ്പെടുത്തുക അല്ലേ. നമ്മളെ മോന് ജഡ്ജിയാണ്, നിങ്ങൾ എന്ത് പറയും? എൻ്റെ മോന് ഇവിടുത്തെ ജില്ലാ ജഡ്ജിയാണ്. നേരെ മറിച്ച് നിങ്ങളെ മോന് ഇവിടുത്തെ കള്ള് ഷാപ്പിൽ 24 മണിക്കൂർ കള്ളുടിക്കാനാണെങ്കിൽ നിങ്ങൾ പറയുമോ എൻ്റെ മോനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കള്ളുടിക്കുന്നത്? എന്താ കാരണം? അതിൽ ഇജ്ജത്തില്ല. ഇജ്ജത്തുള്ളതൊക്കെ പറയും ഇല്ലേ. അപ്പോൾ ഇജ്ജത്ത് വേണം എന്തുകൊണ്ടെന്ന് അറിയും? മക്കൾ ഉമ്മനെയും ബാപ്പനെയും, അതാണ് ഏറ്റവും വലിയ പുണ്യം. പിന്നെ 25 വയസ്സ് കഴിഞ്ഞാലോ, മക്കൾക്ക് 25 വയസ്സ് കഴിഞ്ഞു, 25 വയസ്സ് വരെ പുണ്യം എന്താ? മാതാപിതാക്കളോടുള്ള അനുസരണം കേട്ടോ, മറക്കണ്ട. ഇനിയെങ്കിലും പോയി പഠിപ്പിച്ചോളൂ. മക്കളുണ്ടല്ലോ, ഏത് മക്കളാ അപ്പം ഉമ്മയും ബാപ്പനെയും അനുസരിക്കുന്നത്? ഉണ്ടോ? ഇല്ല. പുതിയ ജനറേഷനിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചനെന്ന് പറഞ്ഞത്. മാതാപിതാക്കളെ അനുസരിക്കുന്ന പഴഞ്ചനാണ്. ലോകത്തെ ഏറ്റവും വലിയ ഉത്കൃഷ്ട നന്മയേറിയ മൂല്യവത്തായ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ് വിശുദ്ധ ഖുർആൻ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഒബിൽ വാൽദൈനി ഇഹ്സാന. ഇനിയോ പ്രായം കൂടുതലായാലോ മാതാപിതാക്കൾക്ക് അതുവരെ അനുസരിച്ചു 25 വയസ്സ് വരെ. ഇനി 25 വയസ്സിന് ശേഷം കുട്ടിക്ക് 40 വയസ്സ് വരെ ആവും അല്ലേ. അപ്പോഴേക്കും ബാപ്പക്ക് എത്ര ആവും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഒരു 15 വയസ്സാവും അല്ലേ. അപ്പോഴല്ല പറയാ ഇമ്മാ യബ്ലുഗന്ന ഇൻദക്കൽ കിബറ അഹദുഹുമാ കിലാഹുമാ. ചിലപ്പോൾ 15 വയസ്സ് വരെ ഒരാളോ രണ്ടാളോ മരിക്കാൻ നിന്നേക്കാം. ചിലത് നേരത്തെ മരിച്ചും പോയിട്ടുണ്ടാകാം അല്ലേ. അപ്പം അതുകൊണ്ട് അല്ല പറയാ ഇമ്മാ യബ്ലുഗന്ന ഇൻദക്കൽ കിബർ. വാർദ്ധക്യത്തിലൂന്നിയ നിന്റെ മാതാപിതാക്കൾ നിന്റെ അടുത്ത് എത്തുന്നു, പ്രായം എത്തിയിട്ട്. അവർ ഒന്നുകിൽ അവരൊരാൾ അല്ലെ അവ കിലാഹുമ രണ്ടാളും നിന്റെ അടുത്ത് എത്തി. ഉണ്ടാവും നമ്മളെ ഉള്ളിലുള്ള മനസ്സിലുള്ള ചിന്ത. 15 വയസ്സ് വരെയൊക്കെ നിങ്ങൾ അനുസരിച്ച് വളർന്നാണെങ്കിൽ പഠിച്ചോനെ എൻ്റെ ഉമ്മനും ബാപ്പനും എനിക്ക് കിട്ടി. കാരണം എന്താ? അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം നമ്മളുടെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലുള്ളത്. അത്രത്തോളം താന്നാലേ കിട്ടുള്ളത്. ഓരോ മുമ്പിൽ കാൽച്ചുവടോളം താണെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടൂ എന്നാണ് റസൂല പറയുന്നത്. അപ്പോൾ ആ മാതാപിതാക്കൾ നമ്മളടുത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ, പ്രായം ചെന്ന മാതാപിതാക്കളെ കിട്ടുന്നത് ആർക്കും ഇഷ്ടമല്ല. ഓൻ്റെ ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമല്ല. കാരണം ഓനും ദീനില്ല, ഭാര്യയ്ക്കും ദീനില്ല. രണ്ടു കൂട്ടർക്കും ടൂറ് പോകാനൊക്കെ തടസ്സമാണ് ഈ സാധനം. ഒരു വല്ലാത്തൊരു വസ്തുവാണ് ഈ പ്രായം ചെന്ന ആൾക്കാർ. വല്ലാത്ത അവസ്ഥ. മക്കൾക്ക് യാത്ര പോകാൻ കഴിയില്ല, തടസ്സമാണ്. അപ്പോൾ എന്തു പറയും? നിങ്ങൾ മാത്രമല്ല മോനുള്ളത്, വേറെ മക്കളില്ലേ, കൊണ്ടായി കൊടുക്കി, അവിടെ കൊണ്ടായി കൊടുക്കി, ഇവിടെ കൊണ്ടായി കൊടുക്കില്ലേ. ചില വീട്ടിൽ കണ്ടില്ല നിങ്ങൾ, ചില അമ്മമാർ 3 മാസം ഇവൻ്റെയോടെ, 3 മാസം മറ്റോൻ്റെയോടെ, 3 മാസം ഇവളോടെ, 3 മാസം അവിടെ. എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി? ആ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ പ്രയാസം അല്ലേ. അപ്പം അല്ല പറഞ്ഞത് പ്രായം വന്നാൽ അതാ ഇമ്മ യബ്ലുഗന്ന ഇൻദക്കൽ കിബർ അഹദുഹുമാ കിലാഹുമാ ഫലാ തഖുല്ലഹുമാ ഉഫിൻ. ഒരു വെറുപ്പിൻ്റെ ഒരു ശബ്ദം പോലും നിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല, ചിന്ത പോലും തലച്ചോറിൽ ഉണ്ടാകാൻ പാടില്ല. മാതാപിതാക്കൾ, പ്രായം ചെന്ന മാതാപിതാക്കളുടെ നേരെ നിന്റെ മനസ്സിൽ ചീത്തയായ ഒരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചീത്ത ചിന്തല്ല, ചീത്ത പരിപാടികൾ ഭാര്യയും ഭർത്താവും കൂടി പ്ലാൻ ചെയ്യുക റൂമിൽ. ഇയാൾ ഉമ്മനെയും ബാപ്പനെയും എങ്ങനെ ഒഴിവാക്കും? എന്താ പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ ഇവിടുന്ന് ഒഴിവാക്കേണ്ടത്? അങ്ങനെയൊന്നും പോണില്ല. അപ്പോൾ എങ്ങനെ ഒഴിവാക്കണം? ഇതൊരു കാര്യം ചെയ്തോ, ഭാര്യനോട് ഇപ്പം പറഞ്ഞു കൊടുക്കുക, ഇവൻ്റെ ഉമ്മനും ബാപ്പനെയും ഒഴിവാക്കാതെ. എനിക്ക് പെട്ടെന്ന് എൻ്റെ അഞ്ചത്തിൻ്റെ അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഉണ്ട്, അതുകൊണ്ട് ഇജ്ജ് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇജ്ജില്ല എന്നുണ്ടെക്കുമ്പോൾ പിന്നെ ഉമ്മക്കും ബാപ്പും ഇവിടെ നിൽക്കാൻ കഴിയില്ല. എന്തെല്ലാം ജാതി ഐഡിയ, എന്തെല്ലാം കുതന്ത്രം അല്ലേ. ഈ കുതന്ത്രങ്ങളൊക്കെ അവസാനിക്കില്ലേ? ഈ കുതന്ത്രം നടത്തിയവർ ഇപ്പം ഈ പള്ളിയിലിരിക്കുന്നുണ്ടാവും, ഞാനടക്കമുള്ളവർ. ഓരിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെ അല്ല അറിഞ്ഞിരുന്നു. അല്ല നേരത്തെ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ഇറങ്ങിയത്.
അള്ളാഹ്ക്കാരി അജ്ഞാതി ജീവികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതാ പറഞ്ഞ് നീ അവർക്കൊരു വെറുപ്പുണ്ടാകുന്നത്. നമ്മൾ ഛേ എന്നാണ് ഉഫിന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം പറയാം. ഛേ എന്നല്ല അർത്ഥം. ഓർക്ക് വിഷമം ഉണ്ടാകുന്ന നമ്മളെ മുഖക്കറുപ്പ് പോലും ഉണ്ടാകാൻ പാടില്ല. ഇത് അപ്പോളേ സ്വർഗം കിട്ടൂ. അല്ലാണ്ട് 5 വക്ത് നിസ്കരിക്കാൻ കുത്തി മറിഞ്ഞിട്ടൊന്നും കിട്ടൂല. ഇവിടെ ഈ ആയത്ത് ഇവിടെ ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നടന്നുകൊടുക്കുന്നത് മാതാപിതാക്കളെ കൊല്ലുകയും മർദ്ദിക്കുകയും മാതാപിതാക്കളെ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ആയത്ത് ഓതുന്നത് അല്ലേ. 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് എന്താ? വലാ തഖുല്ലഹുമ ഉഫിൻ, 2 പേരോടും വെറുപ്പുണ്ടാകുന്നൊരു മുഖം പോലും നീ കാണിക്കരുത്. വലാ തൻഹർഹുമ, അവർ പറഞ്ഞതിൻ്റെ മേലെ നീ കയർത്ത് സംസാരിക്കരുത്. അങ്ങനെയുണ്ട്. ലോകത്ത് ഇത്രമാത്രം ഉന്നതമായ സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു മതം വേറെ ഉണ്ടാവുക. ഏത് വേറെ എന്താ ഉള്ളത്? അവരോട് കയർക്കരുത്. അവരൊരു കാര്യം പറഞ്ഞാൽ അതങ്ങനല്ല എന്ന് പറയുന്നതിന് രീതിയുണ്ട്, അവരെ തിരുത്തുന്നതിന് രീതിയുണ്ട്. അല്ലാണ്ട് നിങ്ങൾ വലിയ പുതിയ ന്യൂ ജനറേഷനിൽപ്പെട്ട ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ അറിയുന്ന അവരതൊന്നും അറിയാത്ത ആളുകളാണ്. അതുകൊണ്ട് വിവരമില്ലാത്ത വർത്താനം പറയാണ്ട് മുണ്ടാണ്ട കുത്തുന്നോളി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വർഗം ഉറപ്പായി, അല്ല നരകം ഉറപ്പായി കേട്ടോ. നമ്മൾക്കൊന്നും മാതാപിതാക്കളൊന്നും ഇപ്പം അത്ര വലിയതൊന്നുമല്ല. ഇതൊക്കെ തന്നെ പറയുമ്പോൾ പഴഞ്ചം വർത്താനാ പറഞ്ഞു പറയും അല്ലേ. ആർക്കും അമ്മനും പാപ്പനും വേണ്ട, ആർക്കും വേണ്ട. വേണ്ടിയിട്ട് നോക്കുകയല്ല, കുടുങ്ങിയിട്ട് നോക്കുക. വേണ്ടിയിട്ട് നോക്കണം, കുടുങ്ങിയിട്ടില്ല. ഇപ്പോൾ ഓരോ രക്ഷിതാക്കളെ ഗൾഫ് കൊണ്ടുണ്ട്. പുതിയ നന്മയപ്പം അത്. മാതാപിതാക്കൾക്കും സന്തോഷം, അങ്ങനെയെങ്കിലും ഒരു ഇത് കെട്ടിട്ട് വരച്ചിട്ട് അല്ലേ കയറിപ്പോവുക പാവം. അപ്പം പോട്ടെ. ഓല തൻഹർഹുമ, കയർത്ത് സംസാരിക്കരുത്, പോരാ. വക്കുല്ലഹുമ, നീ അവർക്ക് വേണ്ടി 2 പേർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത്? വക്കുല്ലഹുമ കൗലൻ കരീമ, അവരോട് 2 പേരോടും മാന്യമായി സംസാരിക്കണം. ഒരു മാന്യത വിട്ട ഒരു വർത്താനം അവരുടെ നേരെ വരാൻ പാടില്ല. അങ്ങനെയുണ്ട്. ഇതൊക്കെ ആര് പഠിപ്പിക്കണം? 25 വയസ്സ് വരെ ആര് പഠിപ്പിക്കണം? രക്ഷിതാക്കൾ പഠിപ്പിക്കണം. ഇതൊക്കെ പഠിപ്പിച്ച് മാതാപിതാക്കൾ ആരാണ്, ജീവിതം എന്താണ്, അള്ള എന്താണ്, പരലോകം എന്താണ്, ചോദ്യം എന്താണ്, വിചാരണ എന്താണ്, ഖബറൊക്കെ എന്താണ്, ഇതൊക്കെ പഠിച്ചൊരു കുട്ടിക്ക് തീവ്രവാദിയാകുകയില്ല. മനസ്സിലായോ? നമ്മളെ മക്കൾ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ കുറേ ആളുകൾ ഇപ്പം രാഷ്ട്രീയക്കാർ മുഴുവൻ ലഹരിക്കെതിരെ, ചാനലുകളിൽ ലഹരിക്കെതിരെ. എന്ത് ലഹരിക്ക്? സിന്തറ്റിക് ലഹരി. വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. വെള്ളം അടിക്കുകയും കുഴപ്പമില്ല, കാരണം അത് സർക്കാരിന് പൈസ കിട്ടും. സിന്തറ്റിക് ആകുമ്പോഴാണ് ഇവർ നലിയും വിളി കൂട്ടുക. വെള്ളത്തിലാണെങ്കിലോ കുഴപ്പമില്ല. ഓല് തന്നെ കള്ളുഷാപ്പ് നടത്തിട്ട് ചിലവര്, അത് മാത്രമല്ല ഈ ചേനൽ ഒച്ചപ്പിണ്ടാക്കിയ ചേനലേരോ കള്ളുഷാപ്പിലെ കറി എന്താ ടേസ്റ്റ് അല്ലേ. എന്നിട്ട് അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക കള്ള് കുടിക്കാത്തവരെ. ചിലവർ ഞാൻ കുടിക്കില്ല, ഞാൻ ഞണ്ടുകറി തിന്നാൻ പോവുകയാണ്. ഞണ്ട് കണക്കന്നല്ലേ. എന്ത് മാപ്പിള ഇതൊക്കെ. ദുഹുലു ഫിസിൽമി കാഫ, ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കണം. ഇത് എപ്പോഴാണ് ഇറക്കിയ അറിയങ്ങൾ? ഈ ആയത്തിന് അവതരണക്കാരുണ്ട്. ഇസ്ലാമിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കണം എന്ന് പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ ആയത്തിന് ഇറങ്ങുന്നതിന് കാരണമുണ്ട്. എന്താ കാരണം അറിയോ? ജൂതന്മാരായ ആളുകൾ കൂട്ടം കൂട്ടമായി മുസ്ലിമായി. മദീനത്ത് നബി എത്തിയപ്പം കൂട്ടം കൂട്ടമായിട്ട് മുസ്ലിമായി കഴിഞ്ഞപ്പം അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഒട്ടകത്തിൻ്റെ പാലും ഒട്ടകത്തിൻ്റെ മാംസവും അവർ ഭക്ഷിക്കും. അപ്പോൾ ജൂതന്മാർ, മുസ്ലിങ്ങളായി വന്ന ജൂതന്മാർക്ക് ഒട്ടകത്തിൻ്റെ പാല് കുടിച്ചും ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചും അവർക്ക് പരിചയമില്ല. അതുകൊണ്ട് അവരത് ഒരു മ്ലേച്ഛ വസ്തുവായിട്ട് മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി മുസ്ലിമായിട്ട് വന്നതിന് ശേഷം. അപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കുന്നത് ഉദ്ഖുലൂ ഫി സിൽമി കാഫ, ഇസ്ലാമിൽ സമ്പൂർണ്ണമായി പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിൻ്റെ കാലടി പിൻപറ്റരുത്. എന്താ അവിടെ പിശാചിൻ്റെ കാലടി? അള്ളാഹ് ഹലാലാക്കിയൊരു കാര്യം വേണമെങ്കിൽ തിന്നാം, കഴിക്കാം, വേണ്ടെങ്കിൽ കഴിക്കണ്ട, വേണമെങ്കിൽ കുടിച്ചാൽ മതി, വേണ്ടെങ്കിൽ കുടിക്കേണ്ട. പക്ഷേ അതൊരു മോശപ്പെട്ടതാണെന്ന് പ്രചരിപ്പിക്കുമ്പോൾ സംഗതി മാറി. എനിക്ക് വേണമെങ്കിൽ കുടിക്കുക, എനിക്ക് വേണ്ടെങ്കിൽ കുടിക്കേണ്ട, അങ്ങനെയാണല്ലോ അള്ളാഹ് പറഞ്ഞത്. കുലു ഉഷ്റബു ഹലാലൻ തയ്യിബ അല്ലേ. എന്താ അങ്ങനെ പറയാൻ കാരണം? കുലു നിങ്ങൾ തിന്നോളി, ഉഷ്റബു നിങ്ങൾ കുടിച്ചോളി, ഹലാലൻ അള്ളാഹ് അനുവദിച്ചത്. എന്നിട്ട് പിന്നെ പറഞ്ഞു തയ്യീബൻ, മനസ്സിനിണങ്ങിയാൽ. മനസ്സിനിണങ്ങിയില്ലേ വേണ്ട, പക്ഷെ അത് മോശമാണ് അള്ളാഹ് ഹലാലാക്കിയ സാധനം എന്ന് പറഞ്ഞാലോ അപ്പോൾ സംഗതി മാറി അല്ലേ. അതിനിറങ്ങിയ ആയത്തത് ഉദ്ഖുലൂ ഫി സിൽമി കാഫ. അത് ചെറുപ്പക്കാർ കുട്ടികളൊക്കെ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ സിൽമക്ക് പോണ കുട്ടികളൊക്കെ ഈ ആയത്താവുക.
ദുഹുലു ഫി സിൽമി കാഫ, കൂട്ടം കൂട്ടമായിട്ട് സിൽമക്ക് പോകണം. ഖുർആനിലുണ്ട്. ഫി സിൽമിയാണ് ഇസ്ലാമിലേക്ക്. ആർക്ക് വേണമെങ്കിലും അള്ളാന്റെ ദീനിനെ വളച്ചൊടിക്കാലോ. ചെറുപ്പക്കാർ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അവരുടെ രക്തത്തിന്റെ തിളപ്പുണ്ട്, ചൂടുള്ള രക്തമായതുകൊണ്ട് ആരെ നേരെയും എന്തും ഉപയോഗിക്കും. അതുകൊണ്ട് അള്ളാന്റെ പരീക്ഷിക്കുന്നത് മാത്രമല്ല, മാതാപിതാക്കൾ എന്തായിന് അതാ അള്ളാഹ് പറഞ്ഞെന്ത്, വക്കുല്ലഹുമ കൗലൻ കരീമ, അവരോട് മാന്യത വിട്ട ഒരു വർത്താനം നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ എൻ്റെ നരകം ഉറപ്പായി. ഇജ്ജ് വെറുതെ അജിനൊരു കാര്യമില്ല, ഉംറക്കൊരു കാര്യമില്ല. പിന്നെ ചിലവരൊക്കെ വലിയ സൽക്കർമാണെന്ത്, ബാപ്പ മരിച്ചാൽ മയ്യത്ത് മോർച്ചയിൽ നിന്ന് ഏറ്റുവാങ്ങാനുള്ള പൈസ മൂപ്പരടക്കും. പിന്നെ കബറ് കുത്തിയ കബറാളിക്കുള്ള പൈസയും മൂപ്പര വക. അപ്പം ആരായി? മാതാപിതാക്കളെ സ്നേഹിച്ചവനായി. ഇല്ല, എൻ്റെ ഭാഗത്തുനിന്നൊരു ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ, അതല്ലേ റസൂല പറഞ്ഞത്. ഈ ആയത്തൊക്കെ വിശദീകരിച്ച് റസൂല ചോദിച്ചു സഹാബക്കളോട്, അലാ ഉനബ്ബിയുക്കും ബി അക്ബരിൽ കബായർ, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപങ്ങൾ ഏതാണെന്നറിയോ? ഏറ്റവും വലിയ പാപം ഏതാ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഏറ്റവും വലിയ പാപം എന്താ? കൊലപാതകം അല്ലേ? അല്ലേ? അല്ലെങ്കിലോ ചെറിയ ചെറിയ പൈത മക്കളെ കൊല്ലുപോൻ്റെ പഠിച്ചവന് വല്ലാത്ത അക്രമമായി പോയി. നേരെ മറിച്ച് അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുക സഹാബത്തിനെ, അൽ ഇഷ്റാഖുബില്ല, വലിയ പാപം അള്ളാഹുവിൽ പങ്കു ചേർക്കല. രണ്ടാമത്തതോ ഒബിൽ കൂക്കുൽ വാൽദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കൽ. അല്ല പൊറുക്കൂല, അല്ല പൊറുക്കൂല. എത്ര ചെറുപ്പക്കാരുണ്ടാവും, പള്ളിയിൽ വരും, ജുമാക്ക് പോവും, ഹജ്ജിന് പോവും, ഉംറക്ക് പോവും, നല്ല നല്ല സദക്ക കൊടുക്കും, ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ മാതാപിതാക്കൾ കൽബിലില്ല. പോയി ഓൻ്റെ കഥ കേട്ടോ. അപ്പം എന്താ പറഞ്ഞത്? വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവർക്ക് പ്രായമാവുകയും നിനക്ക് യൗവനമെത്തുകയും നിനക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവുകയും ചെയ്താൽ, വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി, നിങ്ങൾ നിന്റെ സമ്പത്തിൻ്റെ, നിന്റെ ആരോഗ്യത്തിൻ്റെ, കഴിവിൻ്റെ ചിറകിൽ അവരെ നിർത്തണം. എന്ന് പറഞ്ഞാൽ അവർ വീഴാൻ പോകുമ്പോൾ നിന്റെ കൈ ഉണ്ടാവണം കൂടെ. ഇവിടെ പ്രായമായ മാതാപിതാക്കളുടെ കൈ പിടിക്കുന്ന ഒരു കുറവാണ്. ചിലരിൽ നിന്നും സ്കൂളിലേക്ക് കോളേജിലേക്ക് ബാപ്പരെ കൂടി കൊണ്ടുവരാൻ പറഞ്ഞാലേ ബാപ്പ പ്രായമുള്ളതാണെങ്കിൽ കൊണ്ടുവരാൻ വേറെ അറിയില്ല, കുറവാ. ആ ചോരയും നീരും തിന്ന് കുടിച്ച് വലുതായതാവേ. ഓനക്ക് മീശ കിളിർത്തിട്ടുള്ളൂ. അതുപോലത്തെ ഒരു കാലം അയാൾക്ക് കഴിഞ്ഞു പോയിരുന്നു. പക്ഷെ തെറ്റ് പറ്റിയത് ആർക്കാണ്? അവിടെയാണ് അള്ളാന്റെ ഇടപെടൽ. യാ അയ്യുഹല്ലിനാമനു, വിശ്വസിച്ചവരെ, കൂ അംഫുസക്കും വാഹ്ലീക്കും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ രക്ഷിക്കണം. അന്ന് തുടങ്ങിയില്ല. നമുക്ക് ഇനിയും തുടങ്ങട്ടോ. തെറ്റ് പറ്റിപ്പോയി, തുടങ്ങാം. അപ്പം ഇതൊക്കെ കുട്ടിനെ പഠിപ്പിക്കണം. വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, പ്രായം, പക്വതയും പാകതയും ആരോഗ്യവും സൗകര്യവും കഴിവുമൊക്കെ അള്ളാഹു തന്നാൽ ആ കഴിവിന് കീഴിൽ ആ മാതാപിതാക്കളെ സുഖമായി നീ പാർപ്പിക്കണം. അല്ലാണ്ട് അമ്മക്കും ബാപ്പക്കും റൂമുണ്ടാക്കി വെക്കുക, പുരണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യുക. ഇത് എൻ്റെ അമ്മക്കും ബാപ്പക്കുക വെറുതെ പറയാ, ആ അമ്മനി ബാപ്പ അവിടെ കെടുക്കാൻ അമ്മയ്ക്കൂല. പക്ഷേ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ബെരുന്നോളോടൊക്കെ പറയുന്നത് വാപ്പക്കും അമ്മക്ക് ഉണ്ടാക്കിയ. അപ്പോൾ ഈ ബെരുന്നോളൊക്കെ ആയിരിക്കും എൻ്റെ മോനെ, ഇജാതിൽ മോനെ എനിക്ക് കിട്ടിയിട്ടെങ്കിൽ അല്ലേ, ഓന പറ്റിക്കാൻ വേണ്ടിയാക്കിയത്. അത് അല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല പറയവിടെ കേട്ടോളി. വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. അതൊക്കെ ചെയ്തു കൊടുത്താൽ പോരാ. 5 നേരവും നിസ്കരിച്ചു കഴിഞ്ഞാൽ നീ എൻ്റെ അമ്മക്കും ബാപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പടച്ചോനെ, എൻ്റെ അമ്മാനോടും ബാപ്പാനോടും 2 ലോകത്തും കരുണ ചെയ്യണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആ മാതാപിതാക്കളുടെ നിങ്ങളെ കണ്ണീരോടുള്ള അള്ളാഹിനോടുള്ള ദുആ ഉണ്ടല്ലോ, അത് അള്ളാഹ് കബൂൽ ചെയ്യും. പടച്ചോനെ എന്താ ദുനിയാവിലെ റബ്ബിൻ്റെ കരുണ? അവരെ വാർദ്ധക്യത്തിൻ്റെ വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി കിടന്നോട്ട് നിന്ന് കാഷ്ടിക്കുകയും കിടന്നോട്ട് നിന്ന് മൂത്രിക്കുകയും എന്താണ് പറയുന്നതെന്നോ എന്താണ് കേൾക്കുന്നതെന്നോ തിരിയാത്തൊരു പ്രായം കൊടുത്ത് പടച്ചോൻ എൻ്റെ ഉപ്പാനും ഉമ്മനും നീ കട്ടപ്പെടുത്തരുത്. അതാണ് റബ്ബി റഹ്മാ കമാ റബ്ബി. അത് 5 നേരവും മോൻ പ്രാർത്ഥിക്കുക, മോനും മോളും. ഇവിടെ മോനും മോളും ഒക്കെ കെട്ടിച്ച പെമ്മക്കളൊക്കെ എൻ്റെ റബ്ബെ പറയില്ലേ, ആർക്കും വേണ്ട. അതിൻ്റെ കാരണക്കാരായ നിങ്ങൾ തന്നെ. കാരണം എന്താ? യാ അയ്യുഹല്ലദീന ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്നുള്ള ആയത്തിന് മഹാനായ അലി അള്ളാഹുവിന് പറഞ്ഞ തഫ്സീറുണ്ട്. കേട്ടോ നിങ്ങൾ? അലി അള്ളാഹുവിന് പറഞ്ഞ തഫ്സീറിന് അറിയുള്ളൂ. നിങ്ങൾ കുടുംബത്തെയും നിങ്ങളെയും രക്ഷിക്കണം. എങ്ങനെ? അതിൻ്റെ ഒരു വഴി പറയാൻ അലി അള്ളാഹു എന്താ പറഞ്ഞാൽ അറിയോ? അല്ലിമു ദീനഹും, അവർക്ക് നിങ്ങൾ ദീൻ പഠിപ്പിക്കണം നിങ്ങളെ മക്കൾക്ക്. അങ്ങനെ രക്ഷിക്കേണ്ടത്.
അദ്ദിബൂഹും, ഇസ്ലാമിൻ്റെ അദബ് മര്യാദകൾ എന്താന്ന് പഠിപ്പിക്കണം. ഉണ്ടോ? അത് നമ്മളതിന് തയ്യാറില്ല. ഇപ്പം പുതിയ ട്രെൻഡ് എന്താ? ഒരു പുതിയ ട്രെൻഡ് ഉണ്ട്. എന്താ? കുട്ടികളെ നന്നായിട്ട് ഖുർആൻ ഹിഫ്ള് ക്ലാസ് ചേർത്തുക. വലിയ ദീനുള്ള ആൾക്കാരെ പണിയപ്പോൾ കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കണം. കുട്ടികൾക്ക് ദീൻ എന്താന്ന് പഠിപ്പിക്കണം, അള്ളാരാന്ന് പഠിപ്പിക്കണം, റസൂലാരാന്ന് പഠിപ്പിക്കണം, ഖുർആൻ എന്താന്ന് പഠിപ്പിക്കണം. ഇതൊന്നും അറിയാണ്ട കുറെ ഹിഫ്ള് പഠിപ്പിച്ചിട്ട് കാര്യമില്ല കേട്ടോ. കുട്ടികൾക്ക് സംസ്കാരം പഠിപ്പിക്കണം. അതാണ് അല്ലിമു ദീനവും, ദീൻ പഠിപ്പിക്കണം അവരെ. ഞാൻ ഹിഫ്ള് പഠിപ്പിക്കുന്ന ഇതായിട്ടല്ല, ഹിഫ്ളൊക്കെ പഠിപ്പിക്കാം. പക്ഷെ ഇപ്പം എല്ലാം മാർക്കറ്റിംഗ് ആണല്ലോ അല്ലേ. കാരണം ആളുകൾക്ക് കൽബിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പണി അതാണെന്ന് നോക്കുക അല്ലേ. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് പോട്ടെ. അപ്പം എന്താ പറഞ്ഞറിയോ, നമ്മൾ പഠിച്ചോണ്ട് പ്രാർത്ഥിക്കുക, 5 നേരവും പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. റബ്ബിർഹംഹുമ കമ. അതൊരു സാധാരണ റെഡിമെയ്ഡ് പ്രാർത്ഥന അല്ല. നിങ്ങളെ ഹൃദയത്തിൻ്റെ അകത്തളത്തുനിന്ന് വരണം. ഹൃദയത്തിൻ്റെ തന്തുക്കൾ അറിഞ്ഞ് പ്രാർത്ഥിക്കണം. പഠിച്ചോനെ, എൻ്റെ മാതാപിതാക്കളെ നീ ദുനിയാവിലും ആഖിറത്തിലും കഷ്ടപ്പെടുത്താതെ കാരുണ്യം കൊടുക്കണേ എൻ്റെ റബ്ബേ കേട്ടോ. എന്നിട്ട് അതൊക്കെ പണ്ടല്ല പറയാം. ഇനിയാണ് നിങ്ങളെ പറ്റി അല്ല തുറന്നടിക്കുന്നത് കേട്ടോളി. റബ്ബുക്കും അഅ്ലമു ബിമാ ഫീ നുഫൂസിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ മനസ്സിൻ്റെ അകത്ത് എന്താണെന്ന് അല്ലാഹ്ക്ക് അറിയാം. ചിലർ മാതാപിതാക്കൾ അങ്ങനെയൊക്കെ നോക്കും, പക്ഷെ അത് അള്ളാൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ടല്ല. മൂപ്പര് നാട്ടിലൊരു അങ്ങനെ നമുക്കൊരു പേടിയപ്പോൾ അല്ലേ, അമ്മയും പാപ്പനും നോക്കാത്ത ആൾക്കാരെ ബില്ലെന്ന് എല്ലാവരും പറയും, അയൽപ്പക്കത്തുള്ളവരും പറയും അല്ലേ. എന്താണോ ജി എൻ്റെ അമ്മയും പാപ്പനും ഇങ്ങനെ കഷ്ടപ്പെടുന്നു, ഇജ്ജ് ഇത്രയും വലിയ പൈസക്കാരല്ല, എനിക്ക് വലിയ കൊട്ടാരം പോലത്തെ പുരല്ലേ, അതിനെ ഒറ്റക്കിട്ടുക എന്നൊക്കെ ചോദിക്കൂലേ. ഇപ്പം കണ്ടങ്ങൾ കോടാനുകോടി ഉണ്ടാക്കി ഒരാൾ, ഒരു ദമ്പതികൾ അല്ലേ, ഒരാൾ ഒരു ലേഡി ഡോക്ടറാണ്, ഒരൊറ്റ രാത്രി കൊണ്ട് പണിക്ക് നിർത്തി ഒരുത്തൻ തീർത്തു വിട്ടു പണി. ഇനി എന്താണല്ലോ ഒന്നുമില്ല. സൗദി അറേബ്യയിലും നാട്ടിലും രാജ്യത്തും വിദേശത്തും ഒക്കെ സമ്പത്തുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞില്ലേ. ആലോചിച്ച് നോക്കിങ്ങൾ എന്താ ഇപ്പം അതിൻ്റെ ഹാല്. ആലോചിച്ച് നോക്കിങ്ങൾ. നമ്മളൊക്കെ ചെയ്ത് തന്നെ പുരയിൽ 2 വയസ്സ്, ഒരു വയസ്സിലൊരു വയസ്സെത്തിയാള് എപ്പോഴാണ് ഇതിനാരെയും കൊല്ലാന്ന് അറിയില്ല. മക്കൾക്കൊന്നും ഇതിനെ വേണ്ട. ഞാൻ പറയുമ്പോൾ നിങ്ങൾ സങ്കടമാവണ്ട കേട്ടോ, ഉള്ളതാ. എങ്ങനെ അല്ലാതെ കതിറിച്ച് അതുപോലെ ആവും, അത് വേറെ വിഷയം. ഏതാവട്ടെ, അല്ല പറഞ്ഞ വാക്കുകൾ റബ്ബുക്കും അഅ്ലമു ബിമാ ഫീ നുഫൂസിക്കും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വിഷയം എന്തായിരുന്നു അല്ലാഹ്ക്ക് നല്ലോണം അറിയാം. ഇപ്പം ചിലർ മാതാപിതാക്കൾക്ക് ഭയങ്കര നോട്ടാ. ചില മക്കൾ എന്താ എന്തോ സ്വത്തടിച്ചെടുക്കാനുണ്ട് അപ്പളാ. ഏത് മാതാപിതാക്കൾ എല്ലാ സ്വത്തും ഓരി വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഓരി വെക്കാത്ത സ്വത്ത് മറ്റവർക്ക് കിട്ടാൻ എന്ത് ചെയ്യും, ഭയങ്കര ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് രോഗം ഉണ്ടെന്ന് പറയും. ചിലപ്പോൾ രോഗം വേണ്ട, അതിൻ്റെ ഉപ്പരെ കൊണ്ടുപോകും. കാരണം ആധാരം അഴുതാടുതാക്കുക, നിങ്ങൾ ഇപ്പൊക്കെ എഴുതി കൊടുത്താളി. ആ പാവം അത് കേൾക്കും, വിചാരിക്കും എന്ത് ഇതൊക്കെ ഉള്ള സ്നേഹമാണ്, ആരും കൊടുക്കണ്ട കേട്ടോ. അല്ല പറയാം, എനിക്ക് നല്ലോണം അറിയാൻ. ചിലരങ്ങനെ ഉണ്ട്. ഷോപ്പൊക്കെ കണ്ടില്ല നിങ്ങൾ, ചില മക്കൾ പറയുമ്പോൾ അപ്പം നിങ്ങൾ പീടിയേക്ക് വരണ്ട, വയസ്സൊക്കെ ആയില്ല, ഞാൻ നോക്കിക്കോളാം, ഡെയിലി 1000 ഉറുപ്യ ഞാൻ രാത്രി ഞാൻ കൊണ്ടുത്തരും. കേൾക്കണ്ട കേട്ടോ. 2 ദിവസം 3 ദിവസം 1000 ഉറുപ്യ കൊണ്ടുതരും. പിന്നെ ചോദിക്കാൻ എന്താ അറിയാം, നിങ്ങൾക്ക് എന്തിനാ പൈസ, വെറുതെ തരാൻ റോഡിലൊക്കെ അതും കൂടി നമുക്ക് കച്ചവടം ചെയ്താൽ പൈസ ആവില്ലേ. കേൾക്കരുതേ. ഒരു മോനും ആ പ്ലാനറ്റും മൂമിനായ ഒരു ബാപ്പാനത്തേക്ക് പോകാൻ പാടില്ല. റബ്ബുക്കും അഅ്ലമു ബിമാ ഫീ നുഫൂസിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കള്ളത്തരും അല്ലാഹ്ക്ക് അറിയാൻ ഉണ്ടാവും. എന്താ ഇനി അല്ല പറയണ്ടത്? എന്നിട്ടല്ല പറയാം, ഇതൊക്കെ ഇങ്ങോട്ട് വന്നു, ഇപ്പം ഈ ശബ്ദം കേൾക്കുന്നത് വരെ വന്നു നിൽക്കുക എന്നല്ല പറയാം. ഫൈന്നഹു ലിൽ അവ്വാബീന ഗഫൂറ. അള്ളാഹുലേക്ക് കേരിച്ച് മടങ്ങുന്നവരോടൊക്കെ അല്ല പുറത്തു കൊടുക്കും. മഹാപാപാണ്, പൊറുക്കാത്ത പാപാണ്. പക്ഷെ നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങിയാൽ അല്ല പുറത്തു വരും. അള്ളാഹു സുബ്ഹാനഹു തആല വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളൊക്കെ മാപ്പാക്കിക്കൊണ്ട് ദുനിയാവെന്ന് വിട പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശറഫ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞു തുടങ്ങിയത് മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം. അത് നിങ്ങൾ ഒരു ജനിച്ചത് മുതൽ 25 വയസ്സ് വരെ
അത് നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങളമ്മക്കും ബാപ്പക്കും ഒരു രോഗവും ഉണ്ടാവില്ല. കാരണം നിങ്ങളമ്മയും ബാപ്പയും ആരോഗ്യവാനായിരിക്കും, നിങ്ങളമ്മയും ബാപ്പയും ഈമാനുള്ള ആളെ. പക്ഷെ അതിന് കാരണക്കാരെ ഞാൻ വേറെ പറഞ്ഞല്ലോ. നമ്മളൊരു കാരണമുണ്ട് നമ്മൾ നേരാക്കണത്. അതൊന്നും ചെയ്യാണ്ട് ഓന് ലഹരി കടിമപ്പെട്ട് പൊരലേക്ക് കയറി വരുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുമ്പ് ചെയ്യേണ്ട ആളെ പറഞ്ഞത് പോട്ടെ. ഇനി മാതാപിതാക്കളെ അനുസരിക്കണം. എന്നാൽ അനുസരിക്കാൻ പാടില്ലാത്തോ അല്ല പറയുന്നുണ്ട്. അതോടെ ഖുർആനിൽ പറയാം, വൈൻ ജാഹദാക അലാൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമ്, നിനക്ക് അറിവില്ലാത്ത കാര്യത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കണം എന്ന് നിന്റെ മാതാപിതാക്കൾ ശഠിച്ചാൽ ഫലാ തുതിഉഹുമാ, രണ്ടാളെ അനുസരിക്കേണ്ട. അനുസരിക്കെന്ന് പറഞ്ഞ ഖുർആനാ പറയുന്നത്. അനുസരിക്കാണ്ടെന്നാൽ മഹാപാപമാണെന്ന് പഠിപ്പിച്ച ഖുർആനാ പറയുന്നത്. ഷിർക്ക് ചെയ്യാൻ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ അനുസരിക്കൂല. ഇപ്പം എങ്ങനെ ഷിർക്ക് ചെയ്യുക? മോനെ, നീ ഇപ്പൊക്ക് രോഗം മാറാൻ ഒരു ഉറുക്കുണ്ട്, ഇന്ന ഉസ്താദിൻ്റെ ഒന്ന് വാങ്ങിക്കൊടുക്കുക, വാങ്ങിക്കൊടുക്കണ്ട. അല്ലെ കോഴിമുട്ടമിൽ എഴുതിയത് ഒന്ന് കൊണ്ട, എനിക്കിന്ന് കോഴിമുട്ടൽ എഴുതിയത് തലയാണ്ട് വീട്ടിൽ വെക്കാനാണ്, അല്ലെ എൻ്റെ അരയെ കെട്ടാനാണ്, കൊടുക്കരുത്. എന്താ മൻ അല്ലക്ക തമീമത്തൻ, ഉറുക്ക് മന്ത്രമൊക്കെ ചെയ്താൽ ഫക്കത് അഷറക്ക മുശ്രിക്കാവും. അതുകൊണ്ട് അതനുസരിക്കണ്ട കേട്ടോ. അല്ലെങ്കിലോ ഇന്ന ജാറത്തിലേക്ക് മോനെ എൻ്റെ ഇപ്പൊക്കെ ഒരു നേർച്ചുണ്ട്, അത് നീ ഒന്ന് കൊടുക്കണം. ഫലാത്തുത്തിയുഹും അനുസരിക്കാൻ പാടില്ല ഉണ്ടോ. എല്ലാം അനുസരിക്കണം. പക്ഷെ ഷിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഫലാത്തുത്തിയുഹും. ഇനിയോ എന്നാലോ ഈ ഷിർക്ക് ചെയ്യാൻ പറഞ്ഞ മാതാപിതാക്കളോട് വെറുപ്പ് പാടുണ്ടോ? ഇല്ല. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് മാതാപിതാക്കൾ മുശ്രിക്കാൻ ഓരോ വെറുക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ കൂടെ ഇല്ല, ആദർശത്തിൽ നമ്മളെ കൂടെ ഇല്ല, അതുകൊണ്ട് ഞാൻ വെറുക്കുക പറ്റില്ല. വ സാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ഭൗതിക കാര്യങ്ങളിൽ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നീ ചെയ്യണം ഉണ്ടോ. ഭൗതിക കാര്യങ്ങളിൽ എല്ലാ അനുഗ്രഹവും നീ ചെയ്യണം. അതിൽ മാറിക്കാൻ എനിക്ക് പറ്റില്ല. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട്. ആ കാരണം കൂടി കേട്ടോളി. ഉൻസിലത്ത് ഹാദിഹിലായ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് സഅദ് ബിൻ മാലിക്കിൻ്റെ വിഷയത്തിലാണ്. സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഹംന അവർ മുസ്ലിമായില്ല, ഒരു മുശ്രിക്കത്തായിരുന്നു. അവർ മകൻ മുസ്ലിമായപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ ഈമാൻ ഉൾക്കൊണ്ട് തഖ്വ ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ട് ദീനിൻ്റെ മനോഹരമായ ജീവിതത്തിൽ നടന്നപ്പോൾ, നേരെ മറിച്ച് അതിൻ്റെ മുമ്പ് കള്ള് കുടിച്ച് ലഹരിയിൽ ആണ്ട് മദ്യത്തിലും മദിരാക്ഷിക്കും ജീവിതം പങ്കുകൊടുത്ത് പലിശക്ക് വേണ്ടി ജീവിച്ച മനുഷ്യന്മാരായിരുന്ന ആൾക്കാരെ മാറുന്നത്. റസൂലുള്ളാഹിൻ്റെ കൂടെ കൂടി തൗഹീദ് ഉൾക്കൊണ്ടപ്പോൾ, അതാണല്ലോ ഇപ്പോഴത്തെ എല്ലായിടത്തുള്ള വിഷയം അതാണല്ലോ അല്ലേ. തൗഹീദ് ഉൾക്കൊണ്ടപ്പോൾ എന്താ ഉണ്ടായത് അറിയോ? ഉമ്മ പറയാം മോനോട്, ഇല്ല തദാന്ന ദീനക്ക, നീ മുഹമ്മദിൻ്റെ ആദർശം വിട്ടേ പറ്റൂ ഉണ്ടോ. ഒരു ഉമ്മയെ പറയുന്നത്, പെറ്റമ്മയുള്ള പറയുന്നത്, വിട്ടേ പറ്റൂ. എന്താ ഔല ആക്കിലു ഒല അഷ്റബ്, നീ അത് വിടുന്നില്ലെങ്കിൽ ഞാൻ കുടിക്കൂല തിന്നൂല, ഹത്താ മൂത്ത മരിക്കും വരെ. ഞാൻ പച്ചവെള്ളം കുടിക്കാതെ തിന്നാതെ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും, ഇസ്ലാമെന്ന് പുറത്തു വന്ന വരെ. അങ്ങനെ ഒരു മാതാവ് എന്ത് ചെയ്തു? മകനോട് നിർബന്ധിച്ചു. അപ്പോഴോ എന്നിട്ട് ഉമ്മന്നെ പറയാം, ഞാൻ അങ്ങനെ മരിച്ചാൽ നിന്നെ കാലാകാലം നീ ജീവിച്ചിരിക്കുന്ന കാലം നാട്ടുകാർ യാ കാത്തിലെത്ത ഉമ്മനെ കൊന്നോനെ തന്നെ വിളിക്കും. ആ ഒരു ശാപം കൂടി എനിക്ക് ഉണ്ടാവും എന്ന് ഒരു ശാപവും കൂടി ഉമ്മ മോൻ്റെ നേരെ നടത്തി. അപ്പോഴാണ് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നു വിവരം പറഞ്ഞു. അതിനുശേഷമാണ് ഈ ആയത്തിറങ്ങുന്നത്, വൈൻ ജാഹദാകാലാൻ തുശ്രിക ബി, അവർ രണ്ടുപേരും ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചാൽ ഫലാ തുതിഉഹുമാ, അനുസരിക്കണ്ട. അപ്പം അനുസരിച്ചാൽ പോയി കേട്ടോ. നമ്മൾ പറയലെന്താ, നമ്മളെ മാതാപിതാക്കളൊക്കെ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെന്താ പറയുക, ഓലൊക്കെ മരിച്ചിട്ട് വേണമെങ്കിൽ ഇനി തൗഹീദ് കൊണ്ടുവരാൻ. ഓൽക്കല്ലേ തൗഹീദ് ഉണ്ടെങ്കിൽ ഓല് മരിക്കേണ്ട മുമ്പ് ചെയ്യൂല കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ തൗഹീദ് കൊണ്ടുവരാൻ വലിയ പണിയൊന്നുമില്ല. ഇങ്ങനത്തെ മലയാളത്തിൽ ഹുത്തുബ പള്ളിയിൽ 4 വെള്ളിയാഴ്ച കൊണ്ടുപോയാൽ മതി വാപ്പനെ. വാപ്പ തനി നന്നാവും. ഏത് വാപ്പി നന്നാവും? കൽബ് നന്നാവാത്ത മനുഷ്യന്മാരില്ല. ഈ കാണുന്ന മനുഷ്യന്മാരൊക്കെ കണ്ടു കാണപ്പെട്ട കേരളത്തിലെ മുഴുവൻ മനുഷ്യന്മാർ മുമ്പ് ശിർക്ക് ചെയ്തോലെ ഒക്കെ മാറിയതാ, ഞാനടക്കം. കാരണം ഹക്കിൻ്റെ കേട്ടിട്ട് ചെവിൻ്റെ അകത്തേക്ക് തുളച്ച് കയറുക, പിന്നെ നിവൃത്തി ഉണ്ടാവില്ല, മാറുകയല്ലാണ്ട്. അങ്ങനെ മാറണ അല്ലാണ്ട് പെറ്റ് പെരുകിയൊന്നല്ല ഇത് തൗഹീദ്. അതുകൊണ്ട് പോട്ടെ. അപ്പം എന്താ വിഷയം എന്നറിയോ? നീ ഇത് ഒഴിവാക്കണില്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ തിന്നൂല കുടിക്കൂല. ഈ ആയത്തിറങ്ങിയപ്പോൾ മോൻ പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ ലൗ കാനത്തിലേക്ക് മിഅത്തു നഫ്സ്,
നിങ്ങൾക്ക് എൻ്റെ ഉമ്മാക്ക് 100 നെഫ്സ് അല്ല തരികയും 100 നെഫ്സ് തരികയും ആത്മാവിനെ തരികയും 100 ഇങ്ങനെ ഇഞ്ചിഞ്ചായി നിങ്ങൾ കൊന്നു തീർക്കുകയും ചെയ്താൽ മാറൂല. ഞാൻ 100 പ്രാവശ്യം നിങ്ങൾ മരിക്കുകയാണെങ്കിൽ മാറൂല. അതാണ് ആദർശം, അതാണ് നിലപാട്. മനസ്സിലായോ? സ്വന്തം അമ്മ ബാപ്പി പറഞ്ഞാൽ അനുസരിക്കാൻ നടക്കാൻ പാടില്ല. പക്ഷെ അനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്തോ 1 ഇഞ്ച് വിട്ടുവീഴ്ചയില്ല. അതാണ് മുസ്ലിം. മനസ്സിലായോ? അങ്ങനെ ആദർശപരമായ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവണം. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൊടുക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന ആ സമ്മാനം ഉണ്ടല്ലോ, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലിൻ അഫ്ളൽ മിൻ അദബിൻ ഹസൻ. ഏറ്റവും നല്ല സംസ്കാരമാണ് ഒരു മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. ആ സമ്മാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ 25 വയസ്സ് വരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ വിധിയും കൂടി ഉണ്ടെങ്കിൽ സംശയിക്കേണ്ട, നമ്മളെ മക്കൾ ലഹരിക്കടിമപ്പെടൂല, നമ്മളുടെ മക്കൾ തീവ്രവാദികളാവുകയില്ല, നമ്മളുടെ മക്കൾ അള്ളാഹുവിൻ്റെ വിനയാതിരായ ദാസന്മാരാവും. എന്തായിരുന്നാലും വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മളുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമുക്കുമൊക്കെ അള്ളാഹു മാപ്പാക്കി തന്നുകൊണ്ട് സ്വർഗത്തിൽ കുടുംബസമേതം സമ്മേളിക്കാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫഹല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ألحقنا مع الصالحين، اللهم ألحقنا مع الصالحين، اللهم ألحقنا مع الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.